അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരിച്ചവരായിരുന്നു, എന്നാൽ യേശു നിങ്ങളെ ഉയർപ്പിച്ചിരിക്കുകയാണ്. ഈ സന്ദേശത്തോട് ഇന്ന് പകൽ എത്ര പേർ പ്രതികരിക്കും? നിങ്ങൾ മരിച്ചവരായിരുന്നു, എന്നാൽ യേശു നിങ്ങളെ ഉയർപ്പിച്ചിരിക്കുകയാണ്. ജനിച്ചിട്ട് ഇന്ന് വരെ ഞാൻ മരിച്ചിട്ടില്ലല്ലോ, ഞാൻ മരിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ മരിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. മരിച്ചെങ്കിൽ മാത്രമല്ലേ ഉയർപ്പിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. എൻ്റെ മരണവും നടന്നിട്ടില്ല, ഉയർപ്പ് നടന്നിട്ടില്ല എന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. ഇവിടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മരണത്തെക്കുറിച്ചോ ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ചിട്ടോ അല്ല. പ്രിയപ്പെട്ടവരെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. നമ്മളെല്ലാവരും ആത്മാവിൽ മരിച്ചവരായിരുന്നു. ആദ്യ മനുഷ്യനായ ആദം ദൈവത്തോട് പാപം ചെയ്ത നിമിത്തം ആദമിൽ സകല മനുഷ്യരും മരിച്ചു. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ താണഭൂമിയിലേക്ക് വന്ന് നമ്മുടെ മരണത്തെ ഏറ്റുവാങ്ങി പാപത്തെ ചുമന്നുകൊണ്ട് നമുക്കേവർക്കും മരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. യേശു കർത്താവ് ക്രൂശിൽ തകർക്കപ്പെട്ടതിലൂടെ നമുക്ക് മരണത്തിൽ നിന്ന് ദൈവം വിടുതൽ നൽകിയിരിക്കുകയാണ്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ പഴയ മനുഷ്യനും മരിച്ചു. യേശു അടക്കപ്പെട്ടപ്പോൾ നമ്മുടെ പഴയ മനുഷ്യനും അടക്കപ്പെട്ടു. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ നാമും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ വചനത്തിൽ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. അത് യേശു ക്രിസ്തു മരിച്ചത് നമുക്ക് വേണ്ടിയാണ്. നാം മരിക്കേണ്ടതിന് പകരമാണ് യേശു മരിച്ചത്. നമ്മുടെ പാപമാണ് യേശുവിൻ്റെ മേൽ ചുമത്തപ്പെട്ടത്. നമ്മുടെ പാപത്തിൻ്റെ ശമ്പളമാണ് യേശു ഏറ്റുവാങ്ങിയത്. ഇന്ന് പകൽ നിങ്ങളത് വിശ്വസിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മരണം മാറുകയാണ്. ഇന്ന് പകൽ ദൈവം സംസാരിക്കുന്ന നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചല്ല, നിങ്ങളുടെ ആത്മാവിലെ ശൂന്യതയെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ചത് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ദൈവം നിങ്ങളെയും യേശുവിനോട് കൂടെ ഉയർപ്പിച്ചു. അതെ, ഇന്ന് പകൽ ദൈവവചന സത്യങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ മരിച്ചവരായിരുന്നു. നിങ്ങളുടെ ആത്മാവ് സംബന്ധിച്ച് നിങ്ങൾ മരിച്ചവരായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ മരണത്തെയും പാപത്തെയും ജയിച്ച് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. നിങ്ങളുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടന്നിരിക്കുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അവൻ നമുക്ക് നിത്യജീവൻ നൽകിയിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് ആ ജീവനുണ്ട്. ഒരിക്കലും നിങ്ങളുടെ ജീവൻ കെട്ടുപോകുകയില്ല. നിങ്ങളുടെ ആത്മാവിന് ദൈവം പുതുജീവൻ നൽകുകയാണ്. വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുകയാണ്. അതേ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ഉയർപ്പിച്ചു. നിങ്ങളുടെ ശരീരം ബലഹീനമായിരിക്കാം. ഇന്ന് പകൽ നിങ്ങളുടെ ശരീരത്തിൽ ശക്തമായ ക്ഷീണവും വേദനയും ഭാരമൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന വിടുതൽ ആത്മാവിലാണ്. നിങ്ങളുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സാധിച്ചിരിക്കുകയാണ്. ശരീരം ബലഹീനമാണെങ്കിലും ഇന്ന് പകൽ ആത്മാവിൽ ദൈവം നിങ്ങൾക്ക് ജീവൻ നൽകുകയാണ്. അങ്ങനെ ജീവൻ പ്രാപിച്ചവരെ, അങ്ങനെ ക്രിസ്തുവിലുള്ള ആ രക്ഷ പ്രാപിച്ചവരെ നമ്മുടെ കർത്താവ് മടങ്ങി വരാൻ പോവുകയാണ്.
ഇന്ന് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പും സാധിക്കാൻ പോവുകയാണ്. അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നിങ്ങൾ പ്രത്യാശയുള്ളവരാകണം. കർത്താവ് മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ദൈവം സാധിപ്പിച്ചു തരും. ഈ വേദനകളെല്ലാം നിങ്ങൾ മറക്കും. അവൻ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. ദൈവം നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ പോവുക. എന്നാൽ ഇന്ന് പകൽ ശരീരം ബലഹീനമായിരിക്കുമ്പോഴും നിങ്ങളുടെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോഴും ആത്മാവിലുള്ള ആ വീണ്ടെടുപ്പിനെ നിങ്ങൾ സ്വീകരിക്കുക. ആത്മാവിലുള്ള വിടുതൽ നിങ്ങൾ വിശ്വാസത്താൽ സ്വീകരിക്കുക. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.